ഇതിപ്പോ നമ്മുടെ ഫ്രൂട്ട് സ്റ്റാളിൽ നിന്ന് വന്നിരിക്കുന്ന വേസ്റ്റ് ആണ്. ഇത് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് കുറച്ച് ആൾക്കാർ വരുമ്പോൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇത് ഇപ്പൊ നമ്മൾ ഇതിന്റെ തൊട്ട് അപ്പുറത്ത് തന്നെ ഒരു ബിന്നിനകത്ത് നമ്മൾ ഒരു മാസം മുമ്പ് നമ്മൾ ഇതുപോലെ വേസ്റ്റ് ഇട്ട ബിന്ന് നമ്മളിപ്പോ എടുത്തോണ്ടിരിക്കുകയാണ്. അതിനകത്ത് നിന്ന് എടുക്കുന്ന ആ ഒരു കമ്പോസ്റ്റ് ആയതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ ഇടുന്നത് വെച്ചാൽ ഇത് ഇങ്ങനെ വിരിച്ചിട്ടതിന് ശേഷം ഇതിനകത്ത് ഈർപ്പം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് നല്ല വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, നിങ്ങളിപ്പോ ഇവിടെ കാണുന്ന ഇത്രയും വേസ്റ്റ് നമ്മൾ ഈ ഒരു കമ്പോസ്റ്റിംഗ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും. അത് അവിടെ കിടന്ന് ചീഞ്ഞഴുകും. അതിന് ശേഷം പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, ദുർഗന്ധം ഉണ്ടാവും. അത് ഒന്നിനും പ്രയോജനമില്ലാത്ത രീതിയിൽ പോകുന്ന ഒരു സാധനത്തിന് നമ്മൾ കൊണ്ടുവന്ന് അതിനെ നമ്മുടെ ഇനോക്കുല ഇട്ട് കമ്പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു നല്ല വളമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വേസ്റ്റ് മതി നമുക്ക് കൃഷി ചെയ്യാനായിട്ട് എന്നുള്ളതാണ് നമ്മൾ ആൾക്കാരിലേക്ക് എത്തുന്ന ഒരു സന്ദേശമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. കാരണം നമുക്ക് നമ്മുടെ ഇവിടുത്തെ കൃഷി നന്നാകാനായിട്ട്, നമ്മുടെ ഇവിടുത്തെ അഗ്രികൾച്ചർ നന്നാകാനായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പാഴായി പോകുന്ന ഈ ഒരു വേസ്റ്റ് മാത്രം മതി നമ്മുടെ അഗ്രികൾച്ചറെ നന്നാക്കാനായിട്ട്. നമ്മുടെ അടിവളം ഉണ്ടാക്കാനായിട്ട് നമുക്ക് അത് മാത്രം മതി. എത്രയോ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഈ വളങ്ങളൊക്കെ വാങ്ങുന്നത്. നമ്മളിപ്പോ ഒരു കോഴിവളം വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ എല്ലുപൊടി, വേപ്പമിണ്ണാക്ക്, ഇതൊക്കെ കിലോയ്ക്ക് 40-45 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ വളങ്ങൾ വാങ്ങുന്നത്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 രൂപ ചെലവിൽ നമ്മൾക്ക് തന്നെ വളം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള റിസോഴ്സിനെ, നമ്മുടെ ഈ പാഴായി പോകുന്ന ഈ റിസോഴ്സിനെ നമ്മൾ ഉപയോഗിക്കുക. അതിനെ ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ല കമ്പോസ്റ്റ് ആക്കി മാറ്റുക. കാരണം കമ്പോസ്റ്റിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കാർബൺ എന്ന് പറയുന്ന, ഓർഗാനിക് കാർബൺ എന്ന് പറയുന്ന സാധനം കിട്ടുന്ന ഒരേ ഒരു മേഖല എന്ന് പറയുന്നത് കമ്പോസ്റ്റിലാണ്. അതാണ് കമ്പോസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ കമ്പോസ്റ്റ് നമുക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കാനും അത് ഉപയോഗിച്ച് നമ്മുടെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിനെ നന്നാക്കാനും നമ്മുടെ ഈൽഡ് വർദ്ധിപ്പിക്കാനും നമ്മുടെ ചെലവ് കുറക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, ഇതിനകത്ത് എന്തെങ്കിലും അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.